ഇത് കാവാലം ശ്രീകുമാർ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കാവാലം ശ്രീകുമാർ, താങ്കൾക്കൊക്കെ ഒരുപാട് വ്യക്തിബന്ധമുള്ള, പ്രവർത്തന പരിചയമുള്ള, ഒപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് വിടവാങ്ങുന്നത്. ആകസ്മികമായിരുന്നു, നമുക്ക് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയായി ഇപ്പോൾ പുറത്തുവിടേണ്ടി വരികയാണ്. എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അദ്ദേഹത്തെ? ഞാൻ സത്യം പറഞ്ഞ ഇപ്പം നിങ്ങൾ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു വാർത്ത. അച്ഛന്റെ നാടക പ്രവർത്തനങ്ങളുമായിട്ട് അച്ഛൻ ഡൽഹിയിൽ പോകുമ്പോഴൊക്കെ ഒന്നും പ്രാവശ്യം പ്രശാന്തിനെ ഒപ്പം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അച്ഛൻ അവിടുത്തെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടകം ചെയ്യാൻ പോയപ്പോഴൊക്കെ അച്ഛന്റെ സഹായത്തിനായിട്ടുമൊക്കെ ആ ഒരു പ്രശാന്തിനെ കൊണ്ടുപോയിരുന്നു. അപ്പൊ അങ്ങനെ നാടക ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരുമിച്ച് കാണാറുണ്ടായിരുന്നു. അച്ഛന്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടയ്ക്ക് വന്ന് കാണുമായിരുന്നു. പിന്നെ ഈ പ്രശാന്തിന്റെ ഏറ്റവും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ ഛായാമുഖി എന്നുള്ള നാടകവും ഒക്കെ ചെയ്യുമ്പോഴൊക്കെ തന്നെ അച്ഛനുമായിട്ടൊരു ഇടയ്ക്ക് സംസാരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു നഷ്ടം തന്നെയാണ് തീർച്ചയായിട്ടും. ഒരു വളരെ ഊർജ്ജസ്വലനായി നിന്ന് നാടക പ്രവർത്തനം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നാടക ലോകത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ്. കാരണം ഇപ്പം എനിക്ക് അടുത്തിടെ ഇപ്പൊ കണ്ടുവരുന്നത് എല്ലാവരും പല ചെറുപ്പക്കാരും ഇങ്ങനെ വളരെ ഒരു നോട്ടീസും ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടം, പല ആൾക്കാരുടെ മരണം ഞാൻ ഇപ്പൊ കേട്ടു. വല്ലാത്തൊരു കാലഘട്ടം തന്നെയാണ് അത്. വളരെ പ്രതിഭകളായിട്ടുള്ള ആൾക്കാരൊക്കെ നിമിഷ നേരം കൊണ്ട് നമ്മൾ വിചാരിച്ചിരിക്കാത്ത ഒരു നേരം കൊണ്ട് അപ്രത്യക്ഷമാവുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ്. ശ്രീ കാവാലം ശ്രീകുമാറാണ് അദ്ദേഹത്തെ അനുസ്മരിച്ചത്.